5 സുന്ദരികൾ. എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. എന്റെ സാറേ, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ, അനുപമ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാ. നാളെ നോമിനേഷൻ കൊടുക്കാൻ പോവാ. അതിനുശേഷം സ്ഥാനാർത്ഥിയുടെ പേരിൽ വല്ല കേസോ ഏടാകൂടോ വന്നാൽ വലിയ പണിയാണ് സാറേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കാൻഡിഡേറ്റിനെ മാറ്റുന്നതായിരിക്കും നല്ലത്. ഇതുവരെയുള്ള സാഹചര്യ തെളിവുകളും മൊഴിയും അനുപമയ്ക്കെതിരാ. ഓ, ഇതൊരു കുടുംബത്തിൽ നടന്ന കാര്യമില്ല സാറേ. ആ വീട്ടിൽ അനുപമയ്ക്കെതിരെ ആര് മൊഴി നൽകാനാ? അതൊക്കെ തന്നു പ്രസിഡന്റ്. ഫുഡ് പോയ്സണായി ICUവിലായ സുശീലയ്ക്ക് തന്നെയാ മരുമകളെ സംശയം. ആണോ? അനുപമയെ ഇതുവരെ കൊണ്ടു നടന്നത് സുശീലയാണല്ലോ. പിന്നെന്തു പറ്റി? അവര് തമ്മില് പണ്ടേ പ്രശ്നമാണെന്ന് അറിഞ്ഞത്. എന്തായാലും വീട്ടിൽ നിന്നെടുത്ത സാമ്പിളിന്റെ രാസപരിശോധന നടക്കുക. ഇന്ന് തന്നെ റിസൾട്ട് കിട്ടിയേക്കും. അനുപമയുടെ മുറിയിൽ നിന്ന് കിട്ടിയ കീടനാശിനി തന്നെയാണ് ഭക്ഷണത്തിൽ കലർന്നതെങ്കിൽ അവരെ പ്രതിയാക്കി കേസെടുക്കാതിരിക്കാൻ പറ്റില്ല. ഇത് പാർട്ടിക്ക് വലിയ നാണക്കേടാവുമല്ലോ സാറേ. ആദ്യം ഈ പറഞ്ഞ സുശീലയാണ് സ്ഥാനാർത്ഥിയാക്കി വെച്ചത്. പണ്ടിവരുടെ കയ്യിലിരിപ്പ് മോശമെന്നും പറഞ്ഞ് ഒരുത്തി സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടപ്പോ അവരെ മാറ്റിയാ ഈ അനുപമയെ സ്ഥാനാർത്ഥിയാക്കിയത്. എന്തൊരു കഷ്ടം സാറേ, പരിശോധനയുടെ റിസൾട്ട് വന്നാൽ ഉടനെ എന്നെ ഒന്ന് അറിയിക്കണേ. നോമിനേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാ. റിസൾട്ട് വന്നാൽ ഞാൻ അറിയിക്കാം പ്രസിഡന്റ്. പുതിയൊരു കാൻഡിഡേറ്റിനെ ഇപ്പൊ തന്നെ കണ്ടെത്തുന്നതായിരിക്കും നല്ലത്. ഓക്കെ സാർ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഓക്കെ ഓക്കെ. സംഗതി സുകുമാര് പറഞ്ഞതിനേക്കാൾ സീരിയസാ. അനുപമ പ്രതിയാവാൻ ഇടയുണ്ടെന്നാ SI സാറ് പറയുന്നേ. അയ്യോ സാറേ, അപ്പൊ അനുപമയാണ് ഭക്ഷണത്തിൽ വിഷം കലർത്തിയത്? അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സാറേ. ഇതെന്തോ ചതിയാ. എന്താണെങ്കിലും തെളിവുകളൊക്കെ അനുപമയ്ക്കെതിരാ. പോലീസ് അതല്ലേ നോക്കൂ. പാർട്ടി വീണ്ടും പ്രതിസന്ധിയിലായെന്ന് പറഞ്ഞാ മതി. പ്രതിസന്ധിയിൽ തളരുന്ന പാർട്ടി ആണോ പ്രസിഡന്റ് നമ്മുടെ പാർട്ടി? അനുപമയുടെ സ്ഥാനത്ത് പുതിയ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കണം പ്രസിഡന്റ്. അതെ, നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഇങ്ങനൊരു സംഭവം അറിഞ്ഞതേ പാർട്ടിക്ക് ഗുണമായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ല, അതിനുശേഷമാണ് ഇത് പുറത്തു വന്നെങ്കിലോ ഈ വിഴുപ്പുഴ പാർട്ടി ചുമക്കേണ്ടി വരില്ലായിരുന്നു പ്രസിഡന്റ്. അത് ശരിയാ. പുതിയ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള സമയമുണ്ട്. പക്ഷേ ഇത് ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയൊക്കെ അറിയുമ്പോ പഴി മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും. എന്റെ പിടിപ്പ് കേടാന്നേ എല്ലാവരും പറയും. പാർട്ടിക്ക് പുറത്തുള്ളവരെ സ്ഥാനാർത്ഥിയാക്കിയ ഇങ്ങനൊക്കെ ഉണ്ടാവും പ്രസിഡന്റ്. ഇവിടെ ഇരിക്കുന്ന പാർട്ടി പ്രവർത്തകരുടെ മുഴുവൻ ചരിത്രവും പ്രസിഡന്റിന് അറിയാം. അതുപോലെയാണോ പുറത്തുള്ള ഒരാള്? ഏതായാലും ഇത്ര ആയില്ലേ പ്രസിഡന്റ്? അനുപമ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് ശരിയായ വിവരം അറിഞ്ഞിട്ട് പോരെ പുതിയ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. അതിനൊന്നും ഇനി ടൈമില്ല സുകുമാരി. നാളെ നോമിനേഷൻ കൊടുക്കാൻ പറ്റിയ പുതിയ സ്ഥാനാർത്ഥിയെ നമ്മൾ ഇപ്പൊ തന്നെ തീരുമാനിച്ചേ പറ്റൂ. എന്നിട്ടത് ജില്ലാ കമ്മിറ്റി ഇപ്പൊ തന്നെ അറിയിക്കുകയും വേണം.